എക്കോ ഡയറക്ടർ ദിഞ്ചിത് അയ്യത്താൻ, റൈറ്റർ ബാബുൽ രമേശ്, നിർമ്മിച്ചിരിക്കുന്നത് MRK ജയറാം. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ചെക്കൻ ഹീറോ സന്ദീപിന്റെ പടമാണ്, സന്ദീപ് പ്രദീപ്. പിന്നെ വിനീതേട്ടൻ, നമ്മുടെ നർത്തകൻ വിനീതേട്ടനുണ്ട്. പിന്നെ നരയനുണ്ട്, ബിനു പപ്പു, പിന്നെ ബിയാന മുമിൻ എന്നൊരു മലേഷ്യൻ ആക്ട്രസ് ഉണ്ട്, മലേഷ്യ കേട്ടോ. പിന്നെ നമ്മുടെ ഇതിനകത്ത് കുര്യച്ചൻ എന്ന റോൾ ചെയ്തിരിക്കുന്നത്, മെയിൻ ക്യാരക്ടർ കുര്യച്ചനാണ്. കുര്യച്ചന്റെ റോൾ ചെയ്തിരിക്കുന്നത് ഒരു തെലുങ്ക് നടനാണ് കേട്ടോ, സൗരഭ് സച്ദേവ്. പുള്ളി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിന്റെ ആക്ടിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ അകത്തുള്ള ഓരോ സീൻസ് ഉണ്ടല്ലോ, ടക്ക് 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 എന്ന് പോകുന്നുണ്ട്. തിരക്കഥ നമ്മുടെ ഇവനാണ്, ബാബുൽ രമേശിനാണ്. കിഷ്കിന്ദ ചെയ്ത എങ്ങനെയാണ്. അപ്പോൾ പുള്ളിന്റെ തിരക്കഥ വേറെ ഒരു ലെവലാണല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളി തിരക്കഥ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ BGM അതാ മജീദ് പുള്ളി ഫസ്റ്റത്തെ പടാൻ തോന്നുന്നു. പക്ഷെ പുള്ളി അത് ഓരോ സീനും ഉണ്ടല്ലോ, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നല്ല നല്ല സീൻസ് ഇതിൽ കാണുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. മോശമല്ല, പടം മോശമല്ല, വൺ ടൈം ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ടോപ്പ് മൂവി എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, ആരും മോശമാക്കിയിരുന്നില്ല. കിടിലൻ പടം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു അടിപൊളി പടം, ഒരു ഒറ്റ ടൈം കാണാൻ പറ്റുന്ന ഒരു പടം. അതിൻ്റെ അകത്ത് പിന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേ ആ ചെക്കനല്ല സോറി, ആ സൗരഭ് സച്ദേവ എന്ന് പറഞ്ഞ ആ കുര്യച്ചൻ എന്ന് പറഞ്ഞ റോളിലെ പുള്ളി ക്യാരക്ടർ പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല മാരകമായ ലുക്കും ആ ക്യാരക്ടർ ഒരു വേറെ ലെവലിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വിനീതേട്ടൻ, പിന്നെ സന്ദീപ് പ്രദീപ് ചെക്കൻ ഹീറോ, അവനും ക്യാരക്ടർ പിടിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ചെക്കൻ്റെ ഫസ്റ്റത്തെ ഹീറോ ആയിട്ടുള്ള പടാൻ തോന്നുന്നു, ഫസ്റ്റ് പടാൻ തോന്നുന്നു. പടക്കളത്തിന് ശേഷം ഫസ്റ്റ് പടക്കളം, പിന്നെ 3-4 ആൾക്കാരുണ്ടല്ലോ. ഇത് അവൻ ഒറ്റയ്ക്ക് ഹീറോ ആയിട്ടുള്ള ഫസ്റ്റ് പടമാണ്. പടം എന്തായാലും ഓടും, അതിനുള്ള എല്ലാ ചെരുവും ഈ പടത്തിലുണ്ട്. പിന്നെ ഓരോ സീൻസ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്, ഓരോ നമുക്ക് കാണാനുള്ള സീൻസ് ഒക്കെ കാണാൻ നല്ല നല്ല മറ്റേ മലയിടുക്കുകൾ, അതേപോലെ കുന്ന്, അങ്ങനത്തെ ഓരോ നല്ല നല്ല ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അവൻ ബാബുൽ രമേശ് തന്നെയാണ് ഇതിന്റെ ക്യാമറ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അശോകേട്ടൻ ഒരു അപ്പൂട്ടി എന്ന ക്യാരക്ടർ പുള്ളി നന്നായിട്ട് അടിപൊളി ചെയ്തിട്ടുണ്ട്. ഓരോ ആൾക്കാരും സീൻ ബൈ സീൻ. പിന്നെ അതാണ് ഒരു മലേഷ്യൻ ആക്ട്രസോ ഏത് ആക്ട്രസോ എനിക്കറിയില്ല, ബിയാന മോമിൻ തന്നെ ഒരു പ്രായമുള്ള ഒരു പെണ്ണുങ്ങളായി ചെയ്തില്ലേ, കുര്യച്ചന്റെ വൈഫായി ചെയ്തത്. അവരും നന്നായിട്ട് തന്നെ ക്യാരക്ടർ പിടിച്ചിട്ട് അതുകൊണ്ട് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിന് കുട്ടിക്കാലം അവതരിപ്പിച്ചതും മോശമാക്കിയിരുന്നില്ല, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എഡിറ്റിംഗ് സൂരജ് ES. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ മൊത്തത്തിൽ കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് വിനീതും എന്താണ് സൂപ്പറായിട്ട് തന്നെ കുര്യച്ചന്റെ കൂടെ തന്നെ നിന്നിട്ട് വിനീത് നർത്തകണ്ടല്ലോ, വിനീതും നന്നായിട്ട് തന്നെ ക്യാരക്ടർ പിടിച്ചിട്ട് ചെയ്തിട്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ എല്ലാവരും അവരുടെ ക്യാരക്ടർ ഉണ്ടല്ലോ കറക്റ്റ് പിടിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ആരും മോശമാക്കിയിട്ട് തോന്നില്ല, എല്ലാവരും അവരുടെ ക്യാരക്ടർ തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ബിനു പപ്പുവിന് കുറച്ച് സമയമേ ഉള്ളൂ, ബിനു പപ്പു നമ്മുടെ പപ്പു ചേട്ടനമ്മ, പുള്ളിയും അതേപോലെ തന്നെ അസാധ്യമായിട്ട് തന്നെ പുള്ളി കിട്ടുന്ന ആ റോളുണ്ടല്ലോ. പിന്നെ പുള്ളിന്റെ കൂടെ ഉള്ള ഒരു ചെങ്ങായിട്ടോ, അവരുടെ പേരൊക്കെ ഓർമ്മയില്ല, പുള്ളിയും മോശമൊന്നും ആക്കിയില്ല. എല്ലാവരും കിട്ടിയ റോൾ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വൺ ടൈം ആയിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു പടം. 2 മണിക്കൂറും 5 മിനിറ്റ് ടൈമുള്ളൂ. ഞാനിവിടെ ബാംഗ്ലൂരിൽ നിന്നാണ് കണ്ടത്. അല്ലാണ്ട് ഈ ഹൈപ്പിനെ പോലെ തന്നെ അസാധ്യ പടം, ഗംഭീര പടം അങ്ങനെയൊന്നുമില്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഒരിക്കലും മോശമായിട്ട് പറയല്ല, വൺ ടൈം വാച്ചബിൾ മൂവി, ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അല്ലാതെ കിടിലം പടമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, ഒരു മോശമൊന്നും പറയില്ല. എന്താണ് ആവറേജിന്റെ മുകളിൽ പോയൊരു മൂവി. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഒക്കെ തന്നെ ടക്ക് 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 എന്ന് പോകുന്നു. കാരണം നമുക്ക് ലാഗൊന്നും ഇല്ല കേട്ടോ തീരെ. 2 മണിക്കൂർ കൊണ്ട് തന്നെ അവർ നന്നായിട്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയാനുള്ളത് വെച്ചാൽ ബാബുൽ രമേശിന്റെ തിരക്കഥ, ഡയലോഗ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഡയലോഗുകൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണാം. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്, ആരും മോശമാക്കണ്ട, പെട്ടെന്ന് തന്നെ പോയിക്കോ. ഒരിക്കലും നിങ്ങൾക്ക് മോശം വരില്ല. ടോപ്പ് ലെവൽ പടം എന്ന് വിചാരിച്ചിട്ട് പോകണ്ട. ഒരു ആവറേജിന്റെ മുകളിൽ പോയൊരു പടം, വൺ ടൈം വാച്ചബിൾ മൂവി. ഓക്കെ.